അതിൻ്റെ മിസൈൽ പരീക്ഷണങ്ങൾ തുടരുകയാണ്. നൂതന മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി അടുത്തതായി വരുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളാണ്. നിലവിൽ അത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമാണുള്ളത്. ആ പട്ടികയിലേക്ക് ഇടം നേടാൻ ഇതാ ഇന്ത്യക്ക് ഒരു ലോകശക്തിയായി വളരണം. അതിന് ആയുധ സാങ്കേതിക വിദ്യയിലോ സൈനിക സാങ്കേതിക വിദ്യയിലോ മാത്രമല്ല, ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വികസനം എന്ന് പറഞ്ഞാൽ സർവ്വതോന്മുഖമായ വികസനമാണ്. അതിൽ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക, സ്പേസ് ടെക്നോളജി കൂടുതൽ വികസിക്കുക, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെല്ലാം വികസനമുണ്ടാവുക, സൈനിക രംഗത്ത് മുന്നേറ്റമുണ്ടാവുക. ഒരു ലോകശക്തിയായിട്ടുള്ള 145 കോടി ജനങ്ങളുടെ അഭിലാഷമാണ് ഈ വളർച്ചയ്ക്ക് കാരണം. അതിൻ്റെ ഒടുവിലത്തെ ഈ ഉദാഹരണങ്ങളിൽ ഇപ്പോൾ ഒന്നാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിക്കാനായി ഇന്ത്യ ശ്രമിക്കുന്നത്. നമ്മുടെ DRDO വികസിപ്പിച്ചെടുത്ത എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആദ്യഘട്ട പരീക്ഷണത്തിൽ ഒരുങ്ങുകയാണ്. ഇതിൻ്റെ പ്രഹരപരിധി 1500 കിലോമീറ്ററാണ്. പ്രോജക്റ്റ് വിഷ്ണു എന്ന പേരിലാണ് ഈ പദ്ധതി ഒരുങ്ങുന്നത്. സാധാരണ ശബ്ദത്തേക്കാൾ ഉയർന്ന വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെ നമ്മൾ സൂപ്പർസോണിക് എന്ന് പറയുമെങ്കിൽ ഈ മിസൈലിന് ശബ്ദത്തേക്കാൾ 8 മടങ്ങ് വേഗതയാണ്. അതായത് ശത്രുവിൻ്റെ റഡാറുകൾക്കോ മറ്റു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കോ തിരിച്ചറിയാൻ കഴിയുന്നതിന് മുൻപ് ലക്ഷ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയേക്കാവുന്ന മിസൈലാണ്. മണിക്കൂറിൽ 11,000 കിലോമീറ്റർ വേഗത്തിലാണ് മിസൈൽ കുതിക്കുന്നത് മണിക്കൂറിൽ. അതായത് 3 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ മറികടക്കും. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക, വാച്ചിലെ ഒരു സെക്കൻഡ് സൂചി ഒന്ന് തിരിയുന്ന സമയമാണ് ഒരു സെക്കൻഡ്. ആ സമയം കൊണ്ടിത് 3 കിലോമീറ്റർ ദൂരം മറികടക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ വേഗത നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 2000-ഓളം കിലോഗ്രാം വരുന്ന പോർമുനകൾ വഹിക്കാനും ഇതിന് കഴിയും. അതായത് ആണവായുധ ശേഷിയുള്ള മിസൈലാണത്. ഈ മിസൈൽ ശത്രുവിൻ്റെ ഏതൊരു തന്ത്രപ്രധാനമായ ലക്ഷ്യത്തെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ മിസൈലിന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്ക്രാംജെറ്റ് എഞ്ചിനാണ്. ഇത് നമ്മുടെ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ മിസൈലിനെ വിക്ഷേപിച്ചിട്ട് ഒരു പരമാവധി അതിൻ്റെ ഒരു നിശ്ചിത വേഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ മിസൈൽ പ്രവർത്തിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ മിസൈൽ പിന്നിടുന്ന ദൂരം മുഴുവൻ കൂടുതൽ ദൂരം ഈ ഹൈപ്പർസോണിക് വേഗത്തിൽ സഞ്ചരിക്കാൻ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് മിസൈലിനെ സഹായിക്കുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ച് ഇതിൻ്റെ ഇന്ധനത്തെ ജ്വലിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് മിസൈലിൻ്റെ ഭാരം കുറയ്ക്കാനും ഒക്കെ ഇതിന് കാരണമാകും. എന്നാൽ ഈ ജ്വലന സഹായത്തിന് വേണ്ടി ഓക്സിഡൈസർ ഉപയോഗിച്ചാൽ മിസൈലിൻ്റെ ഭാരം വർദ്ധിക്കും. അതോടൊപ്പം അതിൻ്റെ വേഗത കുറയാനും കാരണമാകും എന്നതാണ് സത്യം. ഇതിനോടകം തന്നെ DRDO ഈ മിസൈലിലേക്ക് വേണ്ട സ്ക്രാംജെറ്റ് എഞ്ചിൻ്റെ പരീക്ഷണങ്ങളൊക്കെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാതരം സാങ്കേതിക വിദ്യകളും ഇതിനാവശ്യമായ കാര്യങ്ങളുമെല്ലാം വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. കാരണം ഒരു കൂട്ടം ഉപകരണങ്ങൾ വിജയകരമായി പരീക്ഷിക്കുമ്പോഴാണ് ഒരു ഉൽപ്പന്നം അവിടെ പിറവി കൊള്ളുന്നത്. അതുപോലെ തന്നെ ഈ മിസൈലിൻ്റെ പുറം കവചത്തിന് ആവശ്യമായ ലോഹം സംയുക്തവും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും വളരെ വിജയകരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഹൈപ്പർസോണിക് മിസൈൽ ആയതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു വെല്ലുവിളിയുണ്ട്. ഇത്രയും വേഗത്തിൽ ഈ മിസൈൽ പായുമ്പോൾ അതിൻ്റെ പുറം കവചം ഭയങ്കരമായി ചൂടാകും. കാരണം അന്തരീക്ഷവുമായിട്ട് അത് ഉരസിയാണല്ലോ പോകുന്നത്. അങ്ങനെ ഈ 2000 ഡിഗ്രി സെൽഷ്യസ് താപനില അതിന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ താപനിലയെ അതിജീവിക്കുന്ന പുറം കവചം മിസൈലിന് വേണം. അതുതന്നെയാണ് DRDO നിർമ്മിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പണ്ടൊക്കെ പറയുന്നത് പോലെ ഈ ആയുധം വിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിനെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ലക്ഷ്യത്തിലേക്ക് ചെന്ന് പതിക്കുക മാത്രമേ വഴിയുള്ളൂ എന്നതുപോലെയൊന്നുമല്ല. ഈ മിസൈലിൻ്റെ ലക്ഷ്യം നമുക്ക് ഇടയ്ക്ക് വെച്ച് മാറ്റാൻ കഴിയും. ഞാൻ മേൽ പറഞ്ഞ പോലെ ഇതിനെ മിസൈൽ പ്രതിരോധ സിസ്റ്റങ്ങൾക്ക് തടുക്കാൻ സാധിക്കില്ല. ഒന്ന് അതിൻ്റെ വേഗത തന്നെയാണ്. മിസൈൽ വരുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ പോലും ഈ മിസൈൽ പ്രതിരോധ സിസ്റ്റങ്ങൾക്ക്, വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങൾക്കും റഡാറുകൾക്കൊന്നും സാധിക്കില്ല എന്നതാണ്. പ്രധാനമായും പാകിസ്ഥാനും ചൈനയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത് നിർമ്മിക്കുന്നത്. ബ്രഹ്മോസിനെ പോലെ തന്നെ ആദ്യം ഇത് ഒരു കരയിൽ നിന്ന് മാത്രം വിക്ഷേപിക്കുന്ന രീതിയിലാണ് തുറന്നിറക്കുക. പിന്നീട് ഇത് ജലത്തിൽ നിന്നും കപ്പലുകളിൽ നിന്നും മറ്റും അന്തർവാഹിനികളിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നുമൊക്കെ
പ്രയോഗിക്കുന്ന പതിപ്പുകളും പുറത്തിറക്കും. ഇതോടുകൂടി ഇന്ത്യ, അമേരിക്കയും റഷ്യയും ചൈനയുമുള്ള ഹൈപ്പർസോണിക് മിസൈലുകളുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും ചേരുകയാണ്. ഈ മിസൈൽ കൂടി പരീക്ഷിച്ചു കഴിഞ്ഞാൽ ലോക സൈനിക ശക്തികളുടെ ശാക്തിക സന്തുലനത്തിൽ വളരെയധികം വ്യത്യാസം വരിക. ഇപ്പോൾ ലോകത്ത് 4ാം സ്ഥാനമുള്ള, സൈനിക ശക്തിയിൽ 4ാം സ്ഥാനമുള്ള ഇന്ത്യ ഒരു അടി കൂടി കടന്ന് അത് 3ാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതല്ല. എന്നാൽ 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തും നിൽക്കുന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആയുധങ്ങളുടെ ആ വ്യത്യാസം ഒന്നുകൂടി കുറയ്ക്കാൻ സാധിക്കും.